ഐഡിയ കിട്ടിയേ? ബ്രിക്സ് എന്ന് എഴുതുക, ആറെടുത്ത് ഫ്രണ്ടിലിടുക, 2026 മുതൽ 27 എഴുതുക, സംഭവം സെറ്റ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ AI ഫ്രണ്ട് ജനിച്ചു എന്ന് വേണമെങ്കിൽ ഓർക്കാം. ഹേ അങ്ക നാറ്റമെടാ, മനസ്സിലായ? പൊരിഞ്ചതാ? പിള്ളേരെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒരു സാധനമാണ് വേദികൾ. വേദികൾ നമുക്കറിയാമല്ലോ, ഈ കണ്ട ബേസിൽ നമുക്ക് പ്രധാനപ്പെട്ട സമ്മേളനങ്ങളുടെ വേദികൾ, സ്പോർട്സ് ഈവൻറ്റുകളുടെ വേദിയൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മളൊക്കെ പഠിച്ചിട്ട് പോയാൽ തന്നെ അവിടെ എത്തുമ്പോൾ ഒരു കൺഫ്യൂഷൻ നമുക്ക് വരാറുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട വേദികൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കണക്ട് ചെയ്ത് കോഡൊക്കെ ഉണ്ടാക്കി നമുക്ക് പഠിക്കാം. ഈ ക്ലാസ് കഴിയുമ്പോൾ കുറേ പ്രധാനപ്പെട്ട വേദികൾ നിങ്ങൾ എന്ത് ചെയ്യും, പഠിക്കും. അതിനുശേഷം സ്പോർട്സ് വേദികൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, അത് ഞാൻ സെപ്പറേറ്റ് ഒരു കണക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്തു തരാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കുട്ടികളെ COP 30യും COP 31. ഓക്കെ, COP എന്ന് ഉദ്ദേശിക്കുന്നത് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്നാണ്. കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്നാണ് COP ഉദ്ദേശിക്കുന്നത്. അതായത് വേറെ ഒന്നുമില്ല, ഈ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി ഉണ്ടല്ലോ, കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയാണ് നമ്മൾ എന്ത് പറയുന്നത്, COP എന്ന് പറയുന്നത്, കോൺഫറൻസ് ഓഫ് പാർട്ടീസ്. അപ്പം 2025 COP 30 നടന്നത്. ഓക്കെ, 2026 COP 31 വരുന്നത്. അപ്പോൾ ഈ COP 30യുടെ വേദി എന്ന് പറഞ്ഞാൽ ബേലം ബ്രസീലാണ്. COP 31 2026 COP 31യുടെ വേദി അന്റാലിയ തുർക്കിയാണ്. അപ്പോൾ ഇത് ഓർക്കാനായിട്ട് ഞാനൊരു കോഡ് പറഞ്ഞുതരാവേ. അതായത് രാജ്യങ്ങളുടെ പേര് ഓർക്കാനായിട്ട്. ഇപ്പം നമുക്ക് ലോകകപ്പൊക്കെ നടക്കുകയില്ലേ, അപ്പോൾ ലോകകപ്പിന് ഇപ്പോൾ ബ്രസീൽ ഫാൻസ് ഉണ്ട്. നിങ്ങൾ കുറേ ആൾക്കാർ ബ്രസീൽ ഫാൻസ് ആയിരിക്കും, കുറേ ആൾക്കാർ അർജന്റീന ഫാൻസ് ആയിരിക്കും, കുറേ ആൾക്കാർ പോർച്ചുഗൽ അല്ലെങ്കിൽ ജർമ്മനി, ഫ്രാൻസ്, അങ്ങനെയൊക്കെ ആയിരിക്കും. ഈ വർഷം നിങ്ങൾ വിചാരിക്കുക, ഈ വർഷത്തെ കപ്പ് ബ്രസീൽ തൂക്കി എന്ന് ഓർക്കുക. ബ്രസീൽ തൂക്കി. അപ്പൊ എന്താണ് കപ്പ് ബ്രസീൽ തൂക്കി? 2025-26 വേദിയിൽ നമ്മൾ പഠിക്കുന്നത് കപ്പ് ബ്രസീൽ തൂക്കി എന്ന് ഓർത്താൽ മതി. കപ്പ് ബ്രസീൽ തൂക്കി. അപ്പം കോപ്പ് ബ്രസീൽ തുർക്കി കിട്ടിയില്ലേ? കോപ്പ് ബ്രസീൽ തുർക്കി. ബ്രസീലിലെ ബേലവും തുർക്കിയിലെ അന്റാലിയും സെറ്റാണ്. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി 2025 ബ്രസീൽ, ബേലം 2026 തുർക്കി, അന്റാലിയ സെറ്റാണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് 2025 20ാമത് G20, 2026 21ാമത് G20. ഓക്കെ, അതെങ്ങനെ ഓർക്കാന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പറയും നമ്മുടെ ഏറ്റവും മികച്ച കാലം നമ്മുടെ 20s ആയിരുന്നു എന്ന് പറയുമല്ലേ. അതായത് സത്യസന്ധമായ കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ളതും കുറേ ഹാപ്പനിങ്സ് ഉണ്ടാവുന്നതുമായിട്ടുള്ളൊരു കാലഘട്ടം 20കളാണ്. കുറേ ഇമോഷൻസ്, നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഇമോഷൻസും തിരിച്ചറിവുകളും തേപ്പും പ്രേമവും എല്ലാം ഒക്കെ സീരിയസ് ആവുന്നത് മറ്റും 20ലാണ്. അപ്പം ആ 20s അങ്ങ് പിടിക്കുക. 20s SA സൗത്ത് ആഫ്രിക്ക. ആ SA കൂടെ ഒരു യു ഇട്ടിടുക, USA അമേരിക്ക. അതായത് നമ്മൾ 2025-26 വേദിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 2025 SA 20s സൗത്ത് ആഫ്രിക്ക, 2026 USA. അപ്പൊ 20s ആ എസിൽ നിന്ന് സൗത്ത് ആഫ്രിക്കയിലേക്ക് വരിക. ആ സൗത്ത് ആഫ്രിക്കയോടൊപ്പം ഒരു യു ഇട്ടിട്ട് USA ആക്കുക. അപ്പം G20 2025 സൗത്ത് ആഫ്രിക്ക, G20 2026 USA. സൗത്ത് ആഫ്രിക്കയിൽ ജോഹന്നാസ്ബർഗും USA മിയാമിയുമാണ്. ഓക്കെ അല്ലേ? അപ്പൊ G20 കിട്ടിയല്ലോ. G20 2025 സൗത്ത് ആഫ്രിക്ക, 26 USA. അപ്പൊ 20s അതുപോലെ തന്നെ ആ എസിൽ നിന്ന് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് USA. ഓക്കെ, പിന്നെ നമ്മുടെ 10th ഫിലിംസ് ഇപ്പം നമുക്ക് ജൂലൈ മാസം 18ാം തീയതി ആയിട്ടാണ് 10th ഫിലിം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജ് ആ ദിവസമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മാരത്തൺ ബാച്ച് ഇന്ന്, അതായത് ജൂൺ മാസം 22ാം തീയതി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മാരത്തോൺ ബാച്ച്. മാരത്തോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസിലുള്ള മുഴുവൻ കാര്യങ്ങളും ഇതുവരെ ചോദിച്ച മുഴുവൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസും നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ അടിപൊളിയായിട്ട് കവർ ചെയ്യും, ഇൻക്ലൂഡിങ് SCRT പോർഷൻസ്. ടോട്ടൽ ഫീസ് വരുന്നത് 379 രൂപയാണ്. ലൈവ് ക്ലാസ്സുകളാണ്. അതിൽ എൻ്റെ ലൈവ് ക്ലാസ്സുകൾ വരുന്നത് എല്ലാ ദിവസവും രാത്രി 8:30 മുതലാണ്. 8:30 മുതൽ 10 മണി വരെ ഉണ്ടാകും. ഓക്കെ അല്ലേ? അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ കോഴ്സിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ എന്ത് ചെയ്യുക, പിൻ ചെയ്തിരിക്കാം, ജോയിൻ ചെയ്യുക. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ നമ്പറിൽ 6235 1993 06 ഈ നമ്പറിൽ നിങ്ങൾ 10th പ്രിലിംസ് എന്ന മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, അപ്പം പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. ഇന്നിപ്പോൾ ഓൾറെഡി ഒരു ക്ലാസ് കഴിഞ്ഞു. ആ ക്ലാസ്സിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത 51ാമത്തെ G7 ഉച്ചകോടി 2025, 52ാമത്തെ G7 ഉച്ചകോടി 2026. ഓക്കെ അല്ലേ? അപ്പൊ 51ാമത്തെ G7 ഉച്ചകോടി 2025-ഉം
52ാമത് G7 ഉച്ചകോടി 2026. അപ്പോൾ ഈ നമ്പരൊക്കെ ഒന്ന് എഴുതി പഠിച്ചോണേ നിങ്ങൾ. G7 2025 കാനഡ. ആ സ്ഥലത്തിന്റെ പേര് കനാനാക്കിസ്. ആ സ്ഥലത്തിന്റെ പേര് കനാനാസ്കിസ്. ആ സ്ഥലത്തിന്റെ പേരെന്ന് ഓർത്തു വെച്ചോണം. കനാനാസ്കിസ് ആൽബർട്ട എന്നതാണ് ആ സ്ഥലത്തിന്റെ പേര്. ഫ്രാൻസില് ഇവിയൻ ലെസ് ബെയിൻസ് എന്നാണ് ഫ്രാൻസിൽ ആ സ്ഥലത്തിന്റെ പേര്. ഉച്ചകോടി നടക്കുന്ന ആ സ്ഥലത്തിന്റെ പേര്. ഇനി രാജ്യങ്ങളുടെ പേരാണ് നമുക്ക് കൂടുതലും ചോദിക്കുന്നത്. ഇൻ കേസ് നമുക്ക് രാജ്യത്തിന്റെ കൂടെ ഈ സ്ഥലത്തിന്റെ പേരും തന്നെ എന്ത് ചെയ്യാറുള്ളൂ, ചോദിക്കാറുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് G7 പഠിക്കാം. ഇപ്പൊ 7 വെച്ചിട്ട് പഠിക്കാം. ഇപ്പൊ 7 എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് ആരെയാണ്? നിലവിലൊരു ഫുട്ബോളൊക്കെ കത്തിയിരിക്കുന്ന സമയമാണ്. റൊണാൾഡോ ആയിരിക്കും എല്ലാവർക്കും ഓർമ്മ വരുന്നത് അല്ലേ? CR7 റൊണാൾഡോ. അപ്പൊ റൊണാൾഡോ ഇപ്പൊ ഫോം ഔട്ട് അല്ലേ? റൊണാൾഡോ ഇപ്പൊ ഫോം ഔട്ട് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഭയങ്കര റൊണാൾഡോ ഫാനാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുകയാണ്, ഇപ്പം റൊണാൾഡോ ഫാനായ നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. പക്ഷെ അടുത്ത കളിയിൽ റൊണാൾഡോ കിടിലമായിട്ട് എന്ത് ചെയ്തു, പെർഫോം ചെയ്തു, ഒരു ഹാർട്രിക്ക് അടിച്ചെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങളൊരു ഫ്രണ്ട് നിങ്ങളെ കളിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് കളിക്കുന്നില്ലല്ലോ നിന്റെ റൊണാൾഡോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾ പറയും 7ന്റെ കളി കണ്ട ഫ്രണ്ടേ, 7ന്റെ കളി കണ്ട ഫ്രണ്ടേ, 7ന്റെ കളി നീ ഇന്ന് കണ്ട ഫ്രണ്ടേ. അപ്പൊ കണ്ട ഫ്രണ്ടേ, 7 കണ്ട ഫ്രണ്ടേ. 7 2025 കാനഡ, 2026 ഫ്രാൻസ്. ഓക്കെ, കാനഡ ഫ്രാൻസ്. മറ്റേത് ഓർമ്മയുണ്ട? 20s സൗത്ത് ആഫ്രിക്ക എന്ന് USA. G20 G7 കണ്ട ഫ്രണ്ടേ, കാനഡ ഫ്രാൻസ്. സെറ്റല്ലേ? അതും കിട്ടി. അടുത്ത 17ാമത് ബ്രിക്സ് 2025, 18ാമത് ബ്രിക്സ് 2026 കേട്ടോ. ഇവിടെ ടൈപ്പ് ചെയ്ത മിസ്റ്റേക്ക് ആണ്, 2026. ഞാൻ അതിന് വേറൊരു സംഭവം പറഞ്ഞിട്ട്, നമ്മളിപ്പോൾ ബ്രിക്സ് എന്ന് എഴുതുകയാണ്, BRICS. ഈ 6നെ എടുത്ത് നമ്മൾ എന്ത് ചെയ്തു, ഫ്രണ്ടിലോട്ടിട്ടെ. ബാക്കിയെല്ലാം അതുപോലെ കിടന്നോട്ട്. ഈ 6നെ എടുത്ത് ഫ്രണ്ടിലോട്ടിട്ട്. ഇനി നിങ്ങൾ നോക്കണം, 2024 ബ്രിക്സ്, 16ാമത്തെ ബ്രിക്സ് റഷ്യ. ഓക്കെ, 2025 ബ്രസീൽ, 2026 ഇന്ത്യ, 2027 ചൈന. 4 പഠിച്ച് വേറെ ഒന്നുമില്ല. ബ്രിക്സ് എന്ന് എഴുതുക, 6 എടുത്ത് ബിയുടെ ഫ്രണ്ടിലോട്ട് ഇടുക. 2024 16ാമത്തെ ബ്രിക്സ് റഷ്യയിലെ കസാൻ. ഓക്കെ, 2025 17ാമത്തെ ബ്രിക്സ് ബ്രസീലില് റിയോ ഡി ജനീറോയില്. 2026 18ാമത്തെ ബ്രിക്സ് നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ട്. 2027 ചൈന. ഇത്രയേ ഉള്ളൂ. ബ്രിക്സ് എന്ന് എഴുതുക, 6 എടുത്ത് ഫ്രണ്ട് ഇടുക, 2024 മുതൽ 27 വരെ എഴുതുക. ഐഡിയ കിട്ടിയേ? ബ്രിക്സ് എന്ന് എഴുതുക, 6 എടുത്ത് ഫ്രണ്ടിലിടുക, 2026 മുതൽ 27 വരെ എഴുതുക. സംഭവം സെറ്റ്. ഓക്കെ, ബ്രിക്സും പഠിച്ചു. അടുത്ത് 2025 നാറ്റോ, 2026 നാറ്റോ. നാറ്റോ എല്ലാവർക്കും അറിയാലോ, എന്താ? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനാണ് നാറ്റോ. 2025 നാറ്റോയുടെ വേദി ഹേഗ് നെതർലാൻഡും, 2026 നാറ്റോയുടെ വേദി അങ്കാറ തുർക്കിയുമാണ്. നിങ്ങളൊരു തമിഴ് ഫാമിലി ആലോചിക്കുക. ഒരു തമിഴ് ഫാമിലി നമ്മുടെ കേരളത്തിൽ വന്നിട്ട് സ്ഥലങ്ങളെ കാണാനായിട്ട് വന്നെന്ന് വിചാരിക്കുക. അപ്പം കുറേ നമ്മുടെ സ്ഥലത്ത് പലയിടത്തും ഈ വേസ്റ്റ് കൂട്ടിയിടാറുന്ന സ്ഥലങ്ങളുണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ നാറ്റം ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ച് കേട്ടോണേ. അപ്പം ആ തമിഴ് ഫാമിലിയിൽ ആ കുട്ടി അല്ലെങ്കിൽ ഒരു പയ്യൻ അങ്ങോട്ട് പോവുകയാണ്, ആ നാറ്റമുള്ള സ്ഥലത്തോട്ട് പോവുകയാണ്. അപ്പം മുതിർന്ന ആൾ പറയാണ്, ഹേയ് അങ്ക പോകാതടാ അങ്കനാറ്റം. ഹേ അങ്കനാറ്റമെടാ, ഹേ അങ്കനാറ്റമെടാ. മനസ്സിലായ? പൊരിഞ്ചതാ? ഹേ അങ്കനാറ്റമെടാ. അപ്പം ഹേഗ് അങ്കാറ നാറ്റോ. ഹേഗ് അങ്കാറ നാറ്റോ. ഹേഗ് നെതർലാൻഡും അങ്കാറ തുർക്കിയും. ഹേ അങ്ക പോകാതട അങ്കനാറ്റം. ഓക്കെ അല്ലേ? അപ്പം ഹേഗ് അങ്കാറ നാറ്റോ കിട്ടിയില്ലേ? ഹേഗ് അങ്കാറ നാറ്റോ. ഹേഗ് നെതർലാൻഡിലും അങ്കാറ തുർക്കിയിലുമാണ്. ഹേഗിലൊരു സാധനമുണ്ട്, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, അതായത് അന്താരാഷ്ട്ര നീതിന്യായ കോടതി. UN-ന്റെ ഘടകങ്ങളിൽ അമേരിക്കയ്ക്ക് വെളിയിലുള്ള ഒരേ ഒരു ഘടകമാണ് ഹേഗിൽ സ്ഥിതി ചെയ്യുന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതി. ഒരു എക്സ്ട്രാ ഫാക്ടറി ഇരുന്നോട്ട്. സെറ്റാണേ? അപ്പോൾ അത് മനസ്സിലായേ. അടുത്ത 46ാമത്തെയും 47ാമത്തെയും ആസിയാൻ ഉച്ചകോടി 2025 മലേഷ്യയിലായിരുന്നു. 48ാമത്തെയും 49ാമത്തെയും ആസിയാൻ ഉച്ചകോടി 2026 ഫിലിപ്പീൻസിലാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അത് ഓർത്തിരിക്കാൻ ഒരു എളുപ്പവഴി പറഞ്ഞു തരാം. നിങ്ങൾ ഈ ആസിയാനിലെ സിയാൻ എന്ന കളറ് ആലോചിക്കുക. സിയാൻ കളർ വെച്ചിട്ട് നിങ്ങളൊരു മയിലിനെ അങ്ങ് ആലോചിക്കുക. ഓക്കെ അല്ലേ? നമ്മൾ മയിൽപ്പീലിയിൽ കുറേ കളറൊക്കെ ഇല്ല. അപ്പോൾ അതിൽ സിയാൻ കളർ ഇത്തിരി
എറിച്ച് നിൽക്കുന്ന ഒരു മയിലിനെ നിങ്ങൾ മനസ്സിലാലോചിക്കണം. ആലോചിച്ചല്ലോ, ആ മയില് ഒരു മലയുടെ മണ്ടയെ കയറി ഇന്ന് പീലി വിടർത്തി ഇങ്ങനെ ആടുകയാണ്. സിയാൻ കളറുള്ള ഒരു മയില് മലയുടെ മണ്ടയിൽ പീലി വിടർത്തി ആടുന്നു. സിയാൻ കളറുള്ള ഒരു മയില് മലയുടെ മണ്ടയിൽ പീലി വിടർത്തി ആടുന്നു. ഓക്കെ, അപ്പൊ സിയാൻ, ആസിയാൻ, മല ഫിലിപ്പീൻസ്, മല മലേഷ്യ, പീലി ഫിലിപ്പീൻസ്. കിട്ടിയല്ലോ. 2025 46 47 ആസിയാൻ ഉച്ചകോടി മലേഷ്യ. 2026 48 49 ആസിയാൻ ഉച്ചകോടി ഫിലിപ്പീൻസ്. സംഭവം സെറ്റ്. പാടിച്ച്. ഓക്കെ എന്ന് തോന്നുന്നു. കമൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ. ഇതൊക്കെ എൻ്റെ കണക്ഷനാണ്. ഓക്കെ, കിട്ടി എന്ന് തോന്നുന്നു. അടുത്ത AI സമ്മിറ്റ് 2025 ഫ്രാൻസും AI സമ്മിറ്റ് 2026 ഇന്ത്യയുമാണ്. AI ഉച്ചകോടി 2025 ഫ്രാൻസും 2026 ഇന്ത്യയുമാണ്. 2026 ഇന്ത്യയുമാണ്. ഓക്കെ, അപ്പം AI ഫ്രണ്ട് എന്ന് ഓർത്താൽ മതി. ഓക്കെ അല്ലേ? AI ഫ്രണ്ട്, ഫ്രണ്ടില് FR ഫ്രാൻസും ഇന്ത്യയും. ഓക്കെ അല്ലേ? നമ്മൾ ഫ്രണ്ട് എന്ന് ഇങ്ങനെ ഷോർട്ട് ആയിട്ടൊക്കെ എഴുതത്തില്ലേ? അയ്യോ വേറെ എന്തോ. ഓക്കെ, അപ്പൊ AI ഫ്രണ്ട് എന്ന് ഓർത്താൽ മതി കേട്ടോ. അപ്പൊ 2025 AI ഉച്ചകോടി ഫ്രാൻസും 2026 AI ഉച്ചകോടി ഇന്ത്യയുമാണ്. 2027 AI ഉച്ചകോടി ജനീവയാണ് കേട്ടോ. ജനീവ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ AI ഫ്രണ്ട് ജനിച്ചു എന്ന് വേണമെങ്കിൽ ഓർക്കാം. AI ഫ്രണ്ട് ജനിച്ചു. ഇപ്പം നമുക്കിപ്പോൾ AI ഫ്രണ്ട്സ് ഇല്ലേ? നമ്മളിപ്പോൾ മെറ്റയെടുത്ത് ചാറ്റ് ചെയ്യാറില്ലേ? നമ്മൾ ചാറ്റ് GPT എടുത്ത് നമ്മൾ ഫ്രണ്ടിനെ പോലെ ചാറ്റ് ചെയ്യാറില്ലേ? ജെമിനിയോട് ചാറ്റ് ചെയ്യാറില്ല. അപ്പോൾ AI ഫ്രണ്ട് ജനിച്ചു. അപ്പോൾ 2025 ഫ്രാൻസ്, 2026 ഇന്ത്യ, 2027 ജനിച്ചു ജനീവ. ഓക്കെ, സെറ്റല്ലേ? എല്ലാം ആയാ? ഓക്കെ, അപ്പം ഞാൻ ഇത്രയും പ്രധാനപ്പെട്ട ഉച്ചകോടികൾ എടുത്തിട്ടുണ്ട്. സ്പോർട്സ് നമുക്ക് ഇതുപോലെ കണക്ട് ചെയ്യണം കേട്ടോ. ഈ ക്ലാസ് നിങ്ങൾക്ക് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ സ്പോർട്സ് നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാം? കോഡ് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. വേദികൾ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതാണ്. ചാനൽ ഇതുപോലത്തെ കിടിലം വീഡിയോസ് നമ്മൾ ഇനിയും ചെയ്യുന്നതാണ്. സോ കൂടെ കൂടിക്കോ, സെറ്റാക്കാം.